പാവം കിളിയുടെ അത്യാഗ്രഹിയായ മകൻ. ചിങ്കിക്കിളിയുടെ വീട് ആ കാട്ടിൽ ഏറ്റവും വലുതും ഉറപ്പുള്ളതുമായിരുന്നു. കിളികളൊക്കെ കൂട്ടിൽ താമസിക്കുമ്പോൾ ചിങ്കിക്കിളി അവളുടെ 2 മക്കളുമായി വലിയ വീട്ടിൽ സുഖമായി ജീവിക്കുകയായിരുന്നു. മകളുടെ പേര് ടീനു, മകന്റെ പേര് റിങ്കു എന്നായിരുന്നു. ഒരു ദിവസം രാവിലെ ചിങ്കിക്കിളി ഭക്ഷണം തേടി പോയി. ടീനു വീട്ടിൽ അമ്മയെ കാത്തിരിക്കുകയായിരുന്നു. രാത്രി സമയമായപ്പോ അമ്മ വന്നിട്ടില്ല. അത് കാരണം ടീനുവിന് സങ്കടം വന്നു. റിങ്കു ആൺകിളിയും അവിടെ എത്തി. ചേട്ടാ, നന്നായി ചേട്ടൻ വന്നത്. അമ്മ ഇതുവരെയായിട്ട് വന്നിട്ടില്ലല്ലോ. അമ്മനെ തപ്പിക്കൊണ്ട് വാ. അതെ, അത് അമ്മയല്ലേ, കുട്ടിയൊന്നുമല്ലല്ലോ. നമ്മുടെ അടുത്തേക്ക് വരുമെന്നേ. അപ്പോഴേക്കും അവിടെ പരുന്ത് വന്നു. കുട്ടികളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നതാ. നിങ്ങളുടെ അമ്മ ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. എന്റെ കൺമുമ്പിൽ വെച്ചൊരു പൂച്ച വേട്ടയാടി പിടിച്ചു. അങ്ങനെ പറയല്ലേ മാമ. ഇത് സത്യമാണ് കുട്ടികളെ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞ് പരുന്തവിടന്ന് പറന്നുപോയി. ടീനു, മമ്മി ഇല്ലാത്തത് കൊണ്ട് ഞാനായി വീട്ടിലെ ഗൃഹനാഥൻ. നിനക്കിവിടെ ഇപ്പോൾ ഒരു സ്ഥാനവുമില്ല. ചേട്ടാ, എന്റെ ചേട്ടനായിട്ട് എന്നെ ഇറക്കി വിടുവാണോ? അതേ, പോവാൻ തന്നെ പറഞ്ഞത്. എവിടെയെങ്കിലും കൂടുണ്ടാക്കി അതിൽ താമസിക്കാൻ നോക്ക്. ഈ ആഡംബര വീട് ഇപ്പൊ എന്റേതാണ്. ടീനു കരഞ്ഞുകൊണ്ട് ആ വീട് വിട്ട് ഇറങ്ങി. അങ്ങനെ റിങ്കു ആൺകിളിയാണെങ്കിലോ കൂട്ടുകാരോട് ഒത്തുചേർന്ന് ആവശ്യമില്ലാത്ത കളികളും തോന്നിവാസവും ഒക്കെ ചെയ്തു നടന്നു. അവനെന്നും അതൊരു ശീലമാക്കി. അവന്റെ വിചാരം അവന്റെ ജീവിതത്തിൽ ഇനി ഒരു ദുഃഖം ഉണ്ടാവില്ലെന്നാ. പക്ഷെ ഒരു ദിവസം റിങ്ക് പക്ഷി, റിങ്ക് പക്ഷി. അവൻ വീടിന്റെ പുറത്തു വന്ന് നോക്കിയപ്പോ മോണ്ടുകുരങ്ങൻ കയ്യിലൊരു ലെറ്ററുമായി നിൽക്കുകയായിരുന്നു. കാട്ടിലെ രാജാവ് സിംഹവും ബാക്കിയുള്ള മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഷേർഖാൻ അങ്ങ്? റിങ്കു പക്ഷി, ഈ മോട്ടുകുരങ്ങന്റെ കയ്യിൽ നീ കാണുന്നതുണ്ടല്ലോ, ഇത് നിന്റെ അമ്മയുടെ ഇഷ്ടദാനമാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഇത് തയ്യാറാക്കിയത്. ഇഷ്ടദാനോ? പക്ഷികൾക്ക് ഇഷ്ടദാനം കൊണ്ട് എന്താ പ്രയോജനം? ശരി, എന്താണ് അവരുടെ ഇഷ്ടദാനം എന്ന് പറയൂ. ഞാൻ ചിങ്കി പക്ഷി എൻ്റെ മകൻ്റെ മോശം പ്രവൃത്തി കാരണം വളരെ ദുഃഖിതയാണ്. എനിക്ക് സംശയമുണ്ട്, എൻ്റെ മരണശേഷം എൻ്റെ മകൻ എൻ്റെ മകളെ വീട്ടിൽ നിർത്തുമോ ഇല്ലയോ എന്നുള്ളത്. ഇതുകൊണ്ടാണ് ഞാൻ ഈ ഇഷ്ടദാനം തയ്യാറാക്കിയത്. എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ മകൻ ഈ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ മകളെയും കൂടി നിർബന്ധമായും ഈ വീട്ടിൽ നിർത്തേണ്ടതാണ്. മാത്രമല്ല, നല്ല സഹോദരനെ പോലെ അവളെ സംരക്ഷിക്കുകയും വേണം. എൻ്റെ മകൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാ താമസിക്കുന്നെങ്കിൽ അവനിൽ നിന്നും ഈ വീട് കണ്ടുകെട്ടുന്നതാണ്. എന്നിട്ട് ഏതെങ്കിലും അനാഥ പക്ഷികൾക്ക് ദാനം കൊടുക്കണം. എൻ്റെ ദൈവമേ, പറയൂ, നിന്റെ സഹോദരി എവിടെയാണ്? അവൾ ചിലപ്പോൾ അവളുടെ പുതിയ താമസ സ്ഥലത്തായിരിക്കും. നിനക്കിവിടെ താമസിക്കണമെങ്കിൽ അവളെ കണ്ടെത്തി കൊണ്ടുപോവാ. അല്ലെങ്കിൽ ഈ വീട് ഏതെങ്കിലും അനാഥ പക്ഷികൾക്ക് ദാനം നൽകും. വേണ്ട വേണ്ട, ഞാൻ എന്തായാലും അവളെ കണ്ടെത്തി കൊണ്ടുവരാം. കൊണ്ടുവാ. നാളെ രാവിലെ തന്നെ മോട്ടുകുരങ്ങനെ ഇവിടെ നോക്കാനായി അയക്കുന്നതാണ്. അയ്യോ, എൻ്റെ ഭാഗ്യം നശിച്ചല്ലോ. ഇനി അവളെ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ റിങ്കു ടീനുവിനെ തപ്പി ഇറങ്ങി. മണിക്കൂറോളം അലഞ്ഞു തിരിഞ്ഞു നടന്ന് അവനൊരു ശബ്ദം കേട്ടു. അത് കൊള്ളാം, നല്ല സ്വാദിഷ്ടമായ മാമ്പഴം. ഞാനിത് കഴിച്ചു തീർക്കുപ്പോ. ആഹാ. അല്ല, അത് ടീനു അല്ലേ? റിങ്കു സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് പോയി. ടീനു, എൻ്റെ പ്രിയ സഹോദരി, അവസാനം നിന്നെ കണ്ടെത്തി. നിനക്കറിയോ ഞാൻ എത്ര നാളായി നിന്നെ അന്വേഷിക്കുന്നെന്ന്? ഓ, വന്നേക്കണോ ഒരു ചേട്ടൻ. എന്റെ പേര് ടീനു അല്ല, ഞാൻ മീനു ആണ്. എനിക്ക് ഈ ലോകത്ത് ആരുമില്ല. ഇതിനർത്ഥം ഇത് ടീനുവിനെ പോലെയുള്ള മറ്റാരോ ആണ്. നോക്ക്, എൻ്റെ കയ്യിൽ നിനക്ക് വേണ്ടി നല്ലൊരു ഓഫറുണ്ട്. ഓഫറോ? അതെന്താ ഓഫർ? അങ്ങനെ റിങ്കു നടന്ന സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു. ശരി, നിനക്ക് എന്താ എന്നിൽ നിന്ന് വേണ്ടത്? ഞാൻ ആഗ്രഹിക്കുന്നത് നീ ടീനുമായി എൻ്റെ കൂടെ വീട്ടിലേക്ക് വരണമെന്നാണ്. നമുക്ക് ആ വലിയ വീട്ടിൽ സമാധാനമായി വിശ്രമിക്കാം. അതുമാത്രമല്ല, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് മോഷണവും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. നല്ല ഐഡിയ. അങ്ങനെ ആ കിളി റിങ്കുവിന്റെ കൂടെ വീട്ടിലേക്ക് പോയി. രാവിലെ മോണ്ടുകുരങ്ങൻ അവിടെ എത്തി. ഇത് കണ്ടില്ലേ മോട്ടുകുരങ്ങേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഞാൻ അവളെ കണ്ടെത്തിക്കഴിഞ്ഞു. ടീനു, നീ എങ്ങോട്ടാ പോയിരുന്നേ? ഇവൻ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നോ? ഇല്ല, എന്റെ ചേട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ തന്നെ പുറത്താക്കുന്നത്? നിന്നെ അവനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞോളൂ.
നിനക്ക് നേരെ എൻ്റെ അടുത്തേക്ക് വരാം. മനസ്സിലായോ? ശരി മോണ്ടു ചേട്ടാ. ഇത് കേട്ട് മോണ്ടു കുരങ്ങൻ അവിടുന്ന് പോയി. മീനു റിങ്കുവിനോട് പറഞ്ഞു, അതെ ചേട്ടാ, എനിക്ക് വിശക്കുന്നുണ്ട്, പോയി ഭക്ഷണം തപ്പിക്കൊണ്ടു വാ. അതെ, നീ പൊക്കോ. ഞാനെന്തിനു പോകണം? നോക്ക്, ഞാൻ നിന്റെ അനിയത്തിയായിട്ടാ ഇവിടെ വന്നേക്കുന്നേ. എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാലുണ്ടല്ലോ, ഈ വീട് വിട്ട് പോവേണ്ടി വരും കേട്ടോ. അതുകൊണ്ടേ ഞാൻ പറയണത് അങ്ങോട്ട് കേക്ക്, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. മീനുവിന് വേണ്ടിയുള്ള ഭക്ഷണം റിങ്കു തന്നെ പോയി തപ്പിക്കൊണ്ടുവരും. അവളാണെങ്കിൽ വീടിന്റെ അകത്ത് സ്വസ്ഥമായി ജീവിച്ചു. രാത്രിയിലും എപ്പോ വിശക്കുന്നോ അപ്പൊ തന്നെ റിങ്കുവിനോട് ആഹാരം കൊണ്ടുവരാൻ പറയും. അങ്ങനെ രാവില്ല പകലില്ലാതെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു റിങ്കുവിനെ. റിങ്കുവിന്റെ ക്ഷമ മുഴുവൻ പോയ ലക്ഷണ. ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്റെയും നിന്റെയും ജീവിതം മെച്ചപ്പെടുത്താനാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന് മോഷണം നടത്താനാ, എന്നിട്ട് ഇവിടെ സമാധാനത്തോടെ വിശ്രമിക്കാൻ. എന്നിട്ടിപ്പോ നീ എന്നോട് കാണിക്കുന്നത് ചതിയാണ്. അതെ, ഞാൻ നിന്നെ പറ്റിച്ചു. അതിന് നിനക്കെന്തിനാ ഇത്ര വിഷമമൊക്കെ? നീ ഇത്രയും നാളും എല്ലാരും പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ? നിന്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നപ്പോ അവരെ നീ പറ്റിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നോ? അമ്മ മരിച്ചപ്പോ സ്വന്തം പെങ്ങളെ വരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? സ്വന്തം പെങ്ങളെ പുറത്താക്കിയപ്പോ നിനക്ക് എന്ത് കിട്ടി? അതെ, നീ പറഞ്ഞത് സത്യ. എന്റെ സഹോദരിക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ അവളോട് നന്നായി പെരുമാറിയിട്ടേ ഇല്ല. എനിക്ക് അമ്മ എന്തായാലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല, പക്ഷെ അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അവളെ തപ്പിട്ട് കിട്ടിയില്ലെങ്കിലോ? കണ്ടെത്തിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവളെ തേടിക്കൊണ്ട് നടക്കും. പക്ഷെ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അവളുടെ കൂടെയായിരിക്കും. ഇതും പറഞ്ഞ റിങ്കു പുറത്തിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ വീടിന്റെ മുമ്പിൽ ചിങ്കിക്കിളി, മോണ്ടു കുരങ്ങൻ, അങ്ങനെ എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അല്ല അമ്മേ, അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അമ്മേനെ കണ്ടതും അവൻ അങ്ങ് കരയാൻ തുടങ്ങി. അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അമ്മയോടും എന്റെ സഹോദരിയോടും നന്നായി പെരുമാറിയില്ല. മോനെ, നിന്നെ ഒരു നല്ല ഉത്തരവാദിത്തമുള്ള ഒരു മകനായിട്ട് കാണാൻ വേണ്ടിയാ ഞാൻ ഈ നാടകമൊക്കെ കളിച്ചത്. അതിന് സഹായിച്ചത് ഇവരാണ്. അമ്മ ചെയ്തത് നന്നായി അമ്മേ. അമ്മ വീട്ടിലിരുന്ന് വിശ്രമിച്ചോളൂ. ഞാൻ എൻ്റെ സഹോദരി ടീനുവിനെ കണ്ടെത്തിയിട്ട് വരാം. അവളുടെ രൂപസാദൃശ്യമുള്ളവരെ വീട്ടിൽ നിന്നും പുറത്താക്കൂ. അപ്പോഴേക്കും മീനുവും വന്നു അവിടെ. എന്ത് പറ്റി ചേട്ടാ? അമ്മേ, ഇതാണ് ആ പക്ഷി. ടീനു എന്നും പറഞ്ഞ് വീട്ടിൽ താമസിപ്പിച്ചത് ഇവിടെയാണ്. ഇത് കേട്ടതോടെ എല്ലാ മൃഗങ്ങളും പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. റിങ്കുവിനാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. എന്തു പറ്റി അമ്മേ? എല്ലാവരും കൂടി എന്നെ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത്? റിങ്കു മോനെ, ടീനുവിനെ നീ പുറത്തിറക്കിയപ്പോ ഞാനാണ് അവളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് തന്നെയാ മീനുമായി മാറിയതും നിന്നെ എത്ര ബുദ്ധിമുട്ടിച്ചതും. നിന്റെ അനിയത്തിക്ക് നിന്നോട് എത്ര ഇഷ്ടമുണ്ടെന്ന് നിന്നെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. ചേട്ടാ, ചേട്ടന് വിഷമമായെങ്കിൽ ക്ഷമിക്കണം. ഇതെല്ലാം ചെയ്യാൻ എന്നോട് പറഞ്ഞതേ അമ്മയാണ് കേട്ടോ, അതാ. എന്റെ പ്രിയ സഹോദരി, നീ എന്തൊക്കെ ചെയ്താലും നല്ലതിന് വേണ്ടിയാ. നീ എന്റെ കണ്ണു തുറപ്പിച്ചു. ഇനി ഞാൻ നിങ്ങളെ രണ്ടുപേരെയും നന്നായി പരിപാലിക്കും. മാത്രമല്ല, ചെയ്യുന്ന തെറ്റുകളൊക്കെ ഉപേക്ഷിച്ച് ഒരു നല്ല സഹോദരനും നല്ലൊരു മകനും ആവാൻ ശ്രമിക്കും. ഇത് കേട്ടപ്പോ എല്ലാവർക്കും സന്തോഷമായി. ആ ദിവസത്തിന് ശേഷം റിങ്കു നന്നായി മാറി. സ്വന്തം അമ്മേനെയും പെങ്ങളെയും നന്നായി നോക്കാനും തുടങ്ങി.